ഈ ഒരു പ്രൊഫസർ പുതിയതായിട്ടാണ് കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അവിടെ കണ്ട ഒരു കണ്ണാടി വെച്ച കുട്ടിയോട് അവന്റെ ക്ലാസ് ഏതാണെന്ന് ചോദിച്ചതും ആ കുട്ടി പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാണ്. പ്രൊഫസർ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു 4 കുട്ടികളെ കാണുന്നുണ്ട്. അവര് ക്ലാസ്സിൽ പോകാതെ അവിടെ ചുറ്റിക്കറങ്ങി നടക്കാണ്. അവരാണെങ്കിൽ പ്രൊഫസറിനെ പേടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും പ്രൊഫസർ ഇവരെന്തായി കാണിക്കുന്നതെന്ന് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് പ്രൊഫസർ കണ്ട ആദ്യത്തെ ആ ഒരു പെൺകുട്ടി ഓടി വന്ന് എന്നെ ഒരാൾ കണ്ടു, എന്നോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ഈ പ്രൊഫസറെ നോക്കിക്കൊണ്ട് ഒച്ചെടുക്കുന്നുണ്ട്. ഇത് കേട്ട പ്രൊഫസറും പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പിന്നീടാണ് ഈ പ്രൊഫസർക്ക് മനസ്സിലാവുന്നത് ആ ലൈബ്രറി കണ്ട 5 കുട്ടികളും ആ ലൈബ്രറി നടന്ന തീപിടുത്തത്തിൽ മരിച്ചവരായിരുന്നു. ഈ സിനിമയുടെ തുടക്കം തന്നെ മൊഡസ്റ്റോ എന്ന് പറഞ്ഞ നമ്മുടെ കഥാനായകൻ സ്കൂളിൽ നടക്കുന്ന ഒരു പാർട്ടി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്വദിക്കല്ല, അവൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടാണ് ആ ഒരു പാർട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നില്ല, ഐ മീൻ ഡാൻസിന് ഒരു പെയർ ഉണ്ടായിരുന്നില്ല. എല്ലാ കുട്ടികളും അവരവരുടെ പെയേഴ്സിനായിട്ടാണ് ഇപ്പം ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊഡസ്റ്റോക്ക് മാത്രം ആരും ഇല്ലാത്തത് കാരണം അവൻ ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ നിൽക്കാണ്. ആ ഒരു ടൈം അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവനെ കൈകൊണ്ട് മാടി അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. മൊഡസ്റ്റോയും സമാധാനായി ഒരാളെങ്കിലും എനിക്ക് കിട്ടാണ്. അവനക്ക് മരിച്ചു പോയവരെല്ലാം കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ മൊഡസ്റ്റോ വളർന്ന് വലുതായി ഒരു പ്രൊഫസറായിട്ട് മാറാണ്. എന്നാൽ അവൻ ഇതിനോടകം തന്നെ 7 കോളേജിലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഇവനക്ക് ഭ്രാന്താണെന്നും ഇവന്റെ കാട്ടായങ്ങളൊക്കെ ഭയങ്കര കുസൃതിയായിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ നിന്ന് എല്ലാം പറഞ്ഞേക്കാണ്. ഇവൻ ആ കോളേജിലുള്ള സ്റ്റുഡൻസിന് പോലും ഇവനെ കാണുമ്പോൾ സാറായിട്ടല്ല തോന്നുന്ന ഒരു കോമഡിയൻ ആയിട്ടാണ് തോന്നുന്നത്. എല്ലാവരും അവനെ അതുപോലെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. മൊഡസ്റ്റോ സ്ഥിരമായിട്ട് ഒരു തെറാപ്പിസ്റ്റിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ തെറാപ്പിസ്റ്റ് പറയാണ് ഇതെല്ലാം മൊഡസ്റ്റോന്റെ വീട്ടിലൊരു പ്രേതത്തെ കാണുന്നുണ്ട്. അത് ഈ തെറാപ്പിസ്റ്റിന്റെ അച്ഛനായ വേറൊരു തെറാപ്പിസ്റ്റ് ആയിരുന്നു. അയാൾ ആത്മഹത്യ ചെയ്തിട്ടാണ് മരിച്ചത്. ഇവിടെ ആ കയറ് പോലും അയാളുടെ കഴുത്തിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. അതെല്ലാം മൊഡസ്റ്റോ കാണുന്നുണ്ട്. എന്നാൽ തെറാപ്പിസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ മൊഡസ്റ്റോയും വിചാരിക്കുകയാണ് ഇത് ഇവന്റെ കുഴപ്പമാണ്, ശരിക്കും പ്രേതങ്ങളോ ഒന്നും കാണാനൊന്നും ഇല്ലാന്ന്. മൊഡസ്റ്റോ തെറാപ്പിസ്റ്റ് കൊടുത്ത മരുന്നും കഴിച്ച് എങ്ങനെയെങ്കിലും ഇതൊന്ന് വിട്ടുപോയാൽ മതിയെന്നും വിചാരിച്ച് നടക്കാണ്. മൊഡസ്റ്റോന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരില് പ്രേതാരാണ് മനുഷ്യരാരാണെന്ന് അവനക്ക് തിരിച്ചറിയാനേ പറ്റില്ലായിരുന്നു. കാരണം പ്രേതത്തെയും കോളേജിന്റെ പ്രിൻസിപ്പളായ ടീന ഭയങ്കര പ്രശ്നത്തിലാണ്. കാരണം എന്താന്ന് വെച്ചാൽ കുറെ നാളുകളായിട്ട് ആ ഒരു കോളേജിൽ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള കുട്ടികൾക്കും പിന്നെ പഠിപ്പിക്കാൻ വരുന്ന സാറുമാരെല്ലാം എന്തെല്ലാം കണ്ട് പേടിച്ച് ആ സ്കൂളിൽ നിന്ന് ഓടിപ്പോവലാണ് പതിവ്. ആരും തന്നെ പൂർണ്ണമായിട്ട് ആ ഒരു സ്കൂളിൽ നിൽക്കേയില്ല. കാരണം അവിടെ ഭയങ്കരമായിട്ട് പ്രേതശല്യം ഉണ്ടായിരുന്നു. ഒരു കുട്ടി സ്കൂൾ കോമ്പൗണ്ടിൽ ചോക്ലേറ്റ് കാറ്റുള്ള ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അവള് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ടീനനോട് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ഒരു വുമൻ ചോദിച്ചറിയുന്നുണ്ട്. കുറച്ച് ദിവസം മുന്നേ ഏതോ ഒരു പ്രേതം ശല്യം ചെയ്തതിനെ തുടർന്ന് ഒരു പ്രൊഫസർ സ്കൂളിന്റെ മുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടുന്നുണ്ട്. അത് പുറം ലോകം അറിഞ്ഞത് ആത്മഹത്യാ ശ്രമമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്കൂളിന്റെ പേര് പോയി കിടക്കാണ്. വുമൻ പറയാണ് ടീനനോട് ഞാൻ കുറച്ച് ദിവസം കൂടി ടൈം തരും, അതിനുള്ളിൽ കോൺവെന്റ് പോലെ ഇത് സ്ട്രിക്റ്റ് ആയ നല്ലൊരു സ്കൂളായിട്ട് മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടുന്നു പറയാണ്. ടീന അതിന്റെ ടെൻഷനിലായിരുന്നു. ഈ ഒരു സ്കൂളിലേക്ക് അടുത്ത പ്രശ്നമായിട്ട് നമ്മുടെ മൊഡസ്റ്റോ ജോയിൻ ചെയ്യാനായിട്ട് വരാണ്. അവനൊരു ഇന്റർവ്യൂവിന് വന്നേക്കായിരുന്നു. ടീനയാണ് അവനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീന ചോദിച്ച ഒരേ ഒരു ചോദ്യം ഈ 7 സ്കൂളിൽ നിന്നും താങ്കൾ എന്തുകൊണ്ടാണ് പുറത്തു പോയതെന്ന്. എനിക്ക് ഭ്രാന്തായോണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയാണെന്ന് മൊഡസ്റ്റോക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഇത്തിരി ഗെയിം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയാണ് എൻ്റെ നിലവാരത്തിന് പറ്റിയ സ്കൂളൊന്നും ആയിരുന്നില്ല ഈ 7 അതുകൊണ്ട് ഞാൻ എൻ്റെ നിലവാരത്തിന് പറ്റിയ സ്കൂൾ അന്വേഷിച്ച് വന്നതാണ്. എൻ്റെ നിലവാരത്തിന് പറ്റിയതാണെങ്കിൽ നിങ്ങൾ എന്നെ അപ്പോയിന്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ടീനാണെന്ന് വെച്ചാൽ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയ സാറാണ്. 7 വർഷത്തൊക്കെ എക്സ്പീരിയൻസ് ഇല്ലേ. പോരാത്തതിന് ഇപ്പോഴെന്ന് വെച്ചാൽ ആ ഒരു സ്കൂളിലെ ശല്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ആരെയും അവിടെ ടീച്ചേഴ്സായിട്ട് കിട്ടുന്നേ ഇല്ല. എങ്ങനെയെങ്കിലും ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ടീനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മൊഡസ്റ്റോനെ ആ സ്കൂളിൽ തന്നെ അപ്പോയിന്റ് ചെയ്യാണ്. അവന്റെ ക്ലാസ് റൂം ഏതാണെന്ന് ഇരുന്ന കണ്ണാട വെച്ച ഏഞ്ചല എന്ന് പറഞ്ഞ കുട്ടിനോട് ഈ ക്ലാസ് റൂം ചോദിച്ചിട്ട് അത് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാനായിട്ട് പറയാണ്. പക്ഷെ ഏഞ്ചല ആ ടൈം ഭയങ്കര ഷോക്കായിട്ട് മൊഡസ്റ്റോനെ തന്നെ നോക്കിയിട്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാണ്. മൊഡസ്റ്റോക്ക് എന്താ കാര്യമെന്ന് മനസ്സിലാവുന്നില്ല. പിന്നീട് അവൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അവിടെ നിന്നിരുന്ന ആൺകുട്ടികളോട് ഈ ഒരു ക്ലാസ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആൺകുട്ടികൾ കുറച്ച് വിളവന്മാരായിരുന്നേ. അവര് തെറ്റിച്ച് വഴി പറഞ്ഞു കൊടുക്കാണ്. മൊഡസ്റ്റോവും കണ്ണും പൂട്ടി അവരെ വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടികൾ പറഞ്ഞ ക്ലാസ് റൂമിലേക്ക് തന്നെ പോവാണ്. അവൻ പക്ഷെ എത്തിച്ചേർന്നത് ഒരു പഴയ ലൈബ്രറിയിലേക്കായിരുന്നു. ആ ലൈബ്രറിയിലായിട്ട് 3-4 കുട്ടികൾ യൂണിഫോം ഇല്ലാതെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് മൊഡസ്റ്റോ കാണുന്നുണ്ട്. അവരാന്ന് വെച്ചാൽ മൊഡസ്റ്റോക്ക് അവരൊന്നും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ബുക്ക് തുറന്നടച്ചു. അവനോട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോയേ, നിന്റെ ക്ലാസ് റൂം അല്ല അത് പഴയ ലൈബ്രറി അല്ലേന്ന്. മൊഡസ്റ്റോന്റെ മനസ്സിലാണെന്ന് വെച്ചാൽ ഇപ്പൊ അവനക്ക് ഭ്രാന്താണെന്നുള്ളതാണല്ലോ. ഇതെല്ലാം അവന്റെ തിങ്കിങ് ആണ്. ശരിക്കും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നാണല്ലോ ആ തെറാപ്പിസ്റ്റ് പറഞ്ഞത്. അതന്നായിരുന്നു മൊഡസ്റ്റോന്റെ ഉള്ളിൽ. അതുകൊണ്ട് ടീനനോട് കണ്ട കാര്യങ്ങളൊന്നും അവൻ തുറന്നു പറയുന്നില്ല. കാരണം അവന് ഭ്രാന്താണല്ലോ എന്ന് വിചാരിച്ചു.
പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോഴാണ് ആ സ്കൂളിന്റെ ഒരു സൈഡിലായിട്ട് ആ കുട്ടികളുടെ മെമ്മോറിയലായിട്ട് അവിടെ ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ടീനയും കാര്യം മനസ്സിലാവാതെ അവന്റെ പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു. ഈ പ്രാറ്റാണെന്ന് വെച്ചാൽ പേടിച്ച് ജോലിയെല്ലാം റിസൈൻ ചെയ്ത് വേഗം തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ കൃത്യസമയത്ത് ടീന അവനെ കാണാനായിട്ട് അവന് താമസിക്കുന്നിടത്തൊക്കെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് മൊഡസ്റ്റോനോട് എന്താണ് കാര്യം, നീ എന്നോട് തുറന്നു പറ, എന്തായാലും പറയാനായിട്ട് പറയുമ്പോൾ മൊഡസ്റ്റോ പറയാണ് ഒരു 5 കുട്ടികളെ മൊഡസ്റ്റോ കണ്ടെന്നും മരിച്ചവരായിട്ട് സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് ഉണ്ടെന്നുള്ള കാര്യം. ടീനോട് എന്നിട്ട് മൊഡസ്റ്റോ ആ കുട്ടികളെ കുറിച്ച് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവർ 1987 ബാച്ചിൽ പഠിച്ചിരുന്ന കുട്ടികളായിരുന്നു. ഭയങ്കര അച്ചടക്കില്ലാത്ത കുട്ടികളായിരുന്നു അവരെന്നും ആനുവൽ ഡേ പ്രോഗ്രാമിനൊന്നും പങ്കെടുപ്പിക്കാൻ പറ്റാതെ പണിഷ്മെന്റ് ചെയ്ത് അവരൊരു റൂമിലായിട്ട് പൂട്ടിയിട്ടേക്കായിരുന്നു. ആ ഒരു റൂമിന് തീ പിടിച്ച് അവർ 5 പേരും ആ റൂമിൽ തന്നെ കിടന്ന് മരിച്ചു പോവുകയാണ് ചെയ്തതെന്നും പറയുന്നു. ടീന പറയാണ് എന്തായാലും ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. കാരണം കുറച്ച് നാളായിട്ട് ഈ സ്കൂളിന്റെ എല്ലായിടത്തും അമാനുഷികമായിട്ട് എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നീ ജോലി റിസൈൻ ചെയ്യരുത്, എന്തായാലും ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം എന്ന് ടീന പറയുന്നുണ്ട്. മൊഡസ്റ്റോ പിന്നീട് പറയുന്നുണ്ട് അതിലൊരു കുട്ടി പ്രഗ്നന്റ് ആയിരുന്നെന്ന് തോന്നുന്നു. അത് കേട്ട് ടീനക്ക് അത്ഭുതമാണ്. സംസാരിക്കാനായിട്ട് മൊഡസ്റ്റോനെയും കൂട്ടിക്കൊണ്ട് ടീന സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയം രാത്രി ആരും അറിയാതെ എൽസ എന്ന് പറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടി കുറേ കാലങ്ങളായിട്ട് തോറ്റ് ആ സ്കൂളിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളും കുറച്ച് കിഴന്ത് പിള്ളേരെ ആയിട്ട് ഹോജാ ബോർഡും കൊണ്ട് വരാണ്. കാരണം ഇപ്പം എല്ലാവർക്കും ഏറെക്കുറെ അറിയാം ആ സ്കൂളിൽ പ്രേതശല്യം ഉണ്ടെന്നുള്ള കാര്യം. ഈ സെയിം സമയത്ത് തന്നെയാണ് അവിടേക്ക് മൊഡസ്റ്റോം ടീനയും എത്തുന്നത്. കുറേ സമയം പ്രേതക്കുട്ടികൾ ഒന്നും ചെയ്യാതെ ഇവർ എന്തായി കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഈ ഹോജാ ബോർഡ് കളിക്കുന്ന കുട്ടികളെ നോക്കിയിരിക്കുകയാണ്. പിന്നീട് അവർക്ക് ക്ഷമ കിട്ടിയിട്ട് അവർ കസാര എടുത്തു ബുക്ക് തുറന്നു ഒക്കെ പേടിപ്പിക്കുന്നുണ്ട്. അത് കണ്ടതും ബാക്കിയുള്ള കുട്ടികളെല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. എന്നാൽ എൽസ മാത്രം ഓടുന്നേ ഇല്ല. ഇത് കണ്ട് ജോർജിന് അവളോട് ക്രഷ് അടിക്കുകയാണ്. ജോർജ് ഈ കൂട്ടത്തിലുള്ള ഒരു പ്രേതക്കുട്ടി തന്നെയാണ് കേട്ടോ. ജോർജ് എൽസയുടെ അടുത്ത് ചെന്നിരുന്നതിന് ശേഷം ഈ ഹോജാ ബോർഡിൽ കൂടെ അവർ രണ്ടുപേരും നന്നായി സംസാരിക്കുന്നുണ്ട്. നീ എങ്ങനെയാണ് മരിച്ചത്, എന്തിപ്പോഴും പോകാത്തത്, എന്തിവിടെ തന്നെ ഇരിക്കുന്നതെന്നൊക്കെ എൽസ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയൊക്കെ ജോർജ് എൽസനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രി വർക്കൗട്ടാണ്. ഹോജാ ബോർഡ് കളിച്ചുകൊണ്ടിരുന്നിരുന്ന കുട്ടികളെ പ്ലിങ്ക് ഫോയിഡ് എന്ന് പറഞ്ഞ പ്രേതക്കുട്ടിയും ഡാനി എന്ന് പറഞ്ഞ ഏറ്റവും കുരുത്തം കേട്ട ഒരു പയ്യനായിരുന്നു. അവന്റെ പ്രേതവും കൂടി ഇങ്ങനെ പേടിപ്പിച്ച് ഓടിപ്പിച്ചിടുന്നത് മുകളിൽ നിന്ന് ടീനവും മൊഡസ്റ്റോം കണ്ടു നിൽക്കുന്നുണ്ട്. ടീനക്ക് പക്ഷെ കാനോട് പറയാണ് എന്തൊക്കെയാലും ശരി, നീ പ്രാന്തനൊന്നുമല്ല, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പോകരുത്, ഈ പ്രേതങ്ങളെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നീ പ്രാന്തനേ അല്ല, നിനക്ക് എല്ലാവരെയും കാണാനുള്ള കഴിവുണ്ട്, നീ വലിയൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ടീന മൊഡസ്റ്റോനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഒരേ ഒരാൾ, അവന്റെ ജീവിതത്തിൽ ആകെ ഒരാൾ മാത്രമാണ് അവനക്ക് ഭ്രാന്തില്ല എന്നുള്ള കാര്യം പറയുന്നത്. അത് കേട്ടോണ്ട് തന്നെ മൊഡസ്റ്റോക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ട്. ഇത്ര നാള് ആ തെറാപ്പിസ്റ്റ് അവനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കോൺഫിഡൻസും പോയിട്ടാണ് മൊഡസ്റ്റോ ജീവിച്ചിരുന്നത്. എന്നാൽ ടീനയുടെ ഈ ഒരു വാക്കുകൊണ്ട് തന്നെ അവനക്ക് എല്ലാ കോൺഫിഡൻസും തിരിച്ചു കിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ കോളേജിലേക്ക് ഭയങ്കര കോൺഫിഡൻസോടുകൂടി തന്നെ ക്ലാസ് എടുക്കാനായിട്ട് മൊഡസ്റ്റോ വരുന്നുണ്ട്. നേരെ അവൻ ക്ലാസ് എടുക്കാനൊന്നല്ല പോയെ, ആ പഴയ ലൈബ്രറിക്ക് പോയിട്ട് ഈ കുട്ടികൾ അവിടെ തന്നെ ഉണ്ടോയെന്ന് അന്വേഷിക്കുകയാണ്. ഒരു മനുഷ്യന് തങ്ങളെ കാണാൻ പറ്റുന്നത് അവർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നാണ്. മൊഡസ്റ്റോനോട് അവർ നന്നായിട്ട് സംസാരിച്ച് കമ്പനി ആവാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് മൊഡസ്റ്റോ പറയാണ് സ്കൂളിൽ നിങ്ങളായിട്ട് ഒരു ശല്യം ഉണ്ടാക്കരുത്, എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന്. എന്നാൽ ആ കുട്ടികൾക്കൊന്നും അത് പറഞ്ഞത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ ഭയങ്കരമായിട്ട് മൊഡസ്റ്റോനോട് ദേഷ്യപ്പെടുന്നുണ്ട്. കൂട്ടത്തിൽ ഡാനി എന്ന് പറഞ്ഞ ഏറ്റവും അപകടകാരിയായ പയ്യനാണെന്ന് വെച്ചാൽ മൊഡസ്റ്റോന്റെ കോളറെല്ലാം പിടിച്ച് അവന് തല കീഴായിട്ട് തൂക്കിയിടണമൊക്കെ ഉണ്ട്. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ട മൊഡസ്റ്റോ നേരെ പോകുന്നത് ആ തെറാപ്പിസ്റ്റിനെ കാണാനായിരുന്നു. ഏത് തെറാപ്പിസ്റ്റ്? അവൻ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ആ മനുഷ്യ തെറാപ്പിസ്റ്റ് അല്ല. അവൻ അന്ന് പോയപ്പോൾ കണ്ടായിരുന്നല്ലോ ഈ മനുഷ്യ തെറാപ്പിസ്റ്റിന്റെ അച്ഛൻ, പ്രേതം തെറാപ്പിസ്റ്റ്. അയാളോടാണ് മൊഡസ്റ്റോ പിന്നീട് പോയി സംസാരിച്ചത്. മനുഷ്യ തെറാപ്പിസ്റ്റിനെ കൊണ്ട് എന്തായാലും അവനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിയായിരുന്നു. ഒരു മനുഷ്യന് തന്നോട് സംസാരിക്കാൻ പറ്റുന്നത് കണ്ട ആ തെറാപ്പിസ്റ്റ് അച്ഛൻ പ്രേതത്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പറയാണ് എല്ലാ പ്രേതങ്ങൾക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾ സാധിച്ചാൽ ചിലപ്പോൾ അവർ ഈ ഭൂമി വിട്ട് പോവായിരിക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ചിലപ്പോൾ ആ ആത്മാക്കളുടെ ആഗ്രഹം അവിടെ നിന്ന് പഠിച്ച് പാസ് ഔട്ടായി പോകണമെന്നാണെങ്കിലോ നിങ്ങൾ ആ പ്രേതത്തെ പഠിപ്പിച്ച് അവിടെ നിന്ന് പാസ് ഔട്ടാക്കി വിടാൻ പറയാണ്. മൊഡസ്റ്റോയും അത് നല്ലൊരു തീരുമാനമാണെന്നും അങ്ങനെ തെറ്റ് ചെയ്യാമെന്നും വിചാരിക്കുകയാണ്. മൊഡസ്റ്റോ നേരെ വന്ന് ഈ പ്രേതകുട്ടികളോട് നിങ്ങൾ പാസ് ഔട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകാനായിട്ട് പറ്റും, അതുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാന്ന് പറയാം. പക്ഷേ അവരിവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയാണ് മൊഡസ്റ്റോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിഞ്ഞ പ്രേതകുട്ടികളെന്ന് വെച്ചാൽ അതിനൊട്ടും തന്നെ തയ്യാറായില്ല. കൂട്ടത്തിലുള്ള ഡാനി എന്ന് പറഞ്ഞ
ഏറ്റവും ക്രൂരനായ പയ്യനാണെന്ന് വെച്ചാൽ ഒട്ടും സമ്മതിക്കുന്നില്ല. പക്ഷേ ഏഞ്ചല്ല ഞാൻ പത്തിലിട്ട് ഇടിക്കുന്നത് കണ്ട ഒറ്റയ്ക്ക് അവിടുത്തെ PTA മെമ്പർ ഇല്ലേ, അയാളെന്ന് വെച്ചാൽ ഇവനെന്ത് വൃത്തികേടായി കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവനോടുള്ള ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ അവൻ്റെ ശരീരമൊക്കെ ആകെ വല്ലാണ്ടായിരിക്കുകയാണ്. ഇനി ഒരു വഴിയുള്ളൂ എന്ന് മൊഡസ്റ്റോ മനസ്സിലാക്കിയിട്ട് ആ ലൈബ്രറിയിലേക്ക് ഫോണും സ്പീക്കറും ഒക്കെ കൊണ്ടുപോയിട്ട് നല്ല നല്ല പാട്ടുകൾ വെച്ച് കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഈ പ്രേതക്കുട്ടികളെ. നിങ്ങൾ ഉള്ളതിനേക്കാളും ഇപ്പോൾ ടെക്നോളജീസ് ഒക്കെ ഭയങ്കരമായിട്ട് ഈ ലോകത്ത് വലുതായിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് അതൊക്കെ ആസ്വദിക്കണ്ടേ, ഈ പാട്ട് തന്നെ കേട്ട് നോക്കിയെന്ന് പറഞ്ഞ് പാട്ടെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അവരെല്ലാവരും ഇത് എൻജോയ് ചെയ്യുന്നുണ്ടായി. പക്ഷെ ഡാനി മാത്രം ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു ഫോണിൽ തന്നെ എത്ര പാട്ടുകളൊക്കെ ലോഡ് ചെയ്യാൻ പറ്റുന്നോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു ലോകത്തിൽ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അതിന് നിങ്ങൾ ഈ ലോകത്ത് നിന്ന് പോകണം. ഈ ലോകത്ത് നിന്ന് പോയാൽ മാത്രമേ നിങ്ങൾക്ക് പുനർജന്മം കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച് പാസ് ഔട്ടായി ഈ ലോകത്ത് നിന്ന് പോകാൻ പറയാണ്. ഡാനി മാത്രം സമ്മതിക്കുന്നില്ല. ബാക്കി എല്ലാവർക്കും ഭയങ്കര ആശ്ചര്യം തോന്നിയോണ്ട് തന്നെ പഠിക്കാനേ അവർ തയ്യാറാവാണ്. എന്നാൽ നമ്മുടെ ജോർജ് ആണെന്ന് വെച്ചാൽ എൽസൺ ഇപ്പോഴും വിട്ടിട്ടില്ല. വെച്ചാൽ ഒരുപാട് വഴി കൂടെ തമ്മി പ്രണയിക്കുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പ്രേതകുട്ടികൾ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഏഞ്ചലിനെ ആ ഗ്രൂപ്പിലുള്ള ലീഡർ ആക്കിയിട്ട് പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഡാനി മാത്രമാണ് ഇപ്പോൾ പഠിപ്പൊന്നും വേണ്ടെന്നും പറഞ്ഞ് മാറി നിൽക്കുന്നത്. സ്കൂളിൽ ആനുവൽ ഡേക്ക് വേണ്ടി എന്തോ പാട്ടെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമും ഏഞ്ചലക്ക് ഭയങ്കരമായിട്ട് പാട്ട് പാടാൻ ഇഷ്ടമൊക്കെ ആയിരുന്നു. എന്നാൽ അവൾ ജീവിച്ചിരിക്കുന്ന സമയം പഠിത്തത്തിൽ ഉഴപ്പെന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ അവളെ പാട്ട് പാടാനൊന്നും സമ്മതിച്ചിരുന്നില്ല. അവൾക്ക് പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ടീനയും ഒക്ടിഗയും ഇരിക്കുന്നുണ്ടായിരുന്നു. ഒക്ടിഗി ടീനയോട് പറയും, ഇത് എന്ത് തരം പാടാനി ചെന്നിട്ട് ഏഞ്ചല ഈ പാട്ട് പാടുന്നതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കുകയാണല്ലോ. അവൻ ചെന്ന് പറയാണ്, നീ എന്തായാലും ഇപ്പൊ പ്രായതായില്ലേ, നീ പാടുന്നതൊക്കെ ആര് കേൾക്കാനാ, നിന്റെ ആഗ്രഹം ഭയങ്കരമായിട്ട് പാടണമെന്നുമല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, അവിടെ പോയി നിന്ന് പാടിക്കോ, ആരും അറിയില്ലല്ലോ എന്ന് പറയാണ്. ഏഞ്ചൽ ആദ്യം എതിർക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഭയങ്കര പാട്ട് പാടാനുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പാടുന്നുണ്ട്. അവൾ മൈക്കിൽ നിന്ന് പതുക്കെ ഇങ്ങനെ പാടുന്ന സമയമാണെന്ന് വെച്ചാൽ കുരുത്തങ്ങട്ടെ ഈ ഡാനി പയ്യൻ നൈസായിട്ട് അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ട്. വോളിയം ഭയങ്കരമായിട്ട് കൂട്ടിയോണ്ട് തന്നെ സ്പീക്കറിൽ ഇപ്പൊ പ്രേതത്തിന്റെ സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത്. അവിടെയുള്ള എല്ലാ കുട്ടികളും കൂട്ടത്തിലെ മ്യൂസിക് സാർ അടക്കം അവിടെ നിന്ന് ഓടിപ്പോവാണ് ഈ പ്രേതത്തിന്റെ സൗണ്ട് കേട്ടിട്ട്. ഇത് ഏഞ്ചലൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കുകയും ചെയ്തു. ഏഞ്ചലിനോട് ഇത്രയും വലിയ ആക്രമണം ചെയ്തതുകൊണ്ട് തന്നെ ഡാനിനോട് ജോർജ് തല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും അങ്ങനെ ഭയങ്കര വഴക്കാവാണ്. ഡാനി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ബുക്ക് വലിച്ചെറിഞ്ഞു. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ജോർജിന്റെ ചിക്കായ എൽസയും ജോർജും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ തല്ലി പൊടിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഡാനിയുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് ജോർജിനും ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. എന്നിരുന്നാലും സ്കൂൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ജോർജും എൽസയും വീണ്ടും സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ പ്രണയം മുട്ടിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം പ്രേതകുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൊഡസ്റ്റോനെ ടീന വന്ന് വിളിക്കുന്നു. ടീന വന്ന് വിളിച്ചതും അവളുടെ പിന്നാലെ പോയ മൊഡസ്റ്റോനെ നോക്കിക്കൊണ്ട് ഡാനി, നീ എന്താ അവളുടെ വാലാട്ടിപ്പട്ടിയാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൊഡസ്റ്റോ എന്നാൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ടീനയുടെ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ ഇപ്പൊ തന്നെ പെട്ടെന്ന് വന്നത്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ആനുവൽ ഡേ നടക്കുന്നുണ്ടല്ലോ. ആ ആനുവൽ ഡേയുടെ സമയത്ത് നമ്മുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവളും വരുന്നുണ്ട്. അന്ന് എന്തെങ്കിലും അരുതാത്ത സംഭവങ്ങൾ എങ്ങാനും നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര നാളും കഷ്ടപ്പെട്ട് നോക്കി നടത്തിക്കൊണ്ടിരുന്നു ഈ സ്കൂള് എൻ്റെ കൈ വിട്ടു പോകും, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. മൊഡസ്റ്റോ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഞാനെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞേക്കാണ്. അന്ന് രാത്രി ടീനയും മൊഡസ്റ്റോ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കിരുന്ന് അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. ടീന അവളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻസും വിഷമങ്ങളും എല്ലാം മൊഡസ്റ്റോനോട് തുറന്നു പറയുന്നുണ്ട്. അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മബന്ധം ക്രിയേറ്റ് ആവാണ്. മൊഡസ്റ്റോയും ടീനയും ലവേഴ്സിനെ പോലെ അവിടെ നിന്ന് ഡാൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. അവസാനം അവർ ഭയങ്കര റൊമാൻറ്റിക് മൂഡിലേക്ക് പോയിട്ട് ടീന മൊഡസ്റ്റോനെ കിസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് മുകളിൽ നിന്ന് ഈ പ്രേതകുട്ടികളാണെന്ന് വെച്ചാൽ അവരെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡാനി ആയിരുന്നു ആ കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് കളിയാക്കിക്കൊണ്ടിരുന്നത്. മൊഡസ്റ്റോക്ക് ഇങ്ങനെയൊക്കെ കളിയാക്കുന്ന ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് ടീനനെ അവൾ കിസ് ചെയ്യാൻ വന്നപ്പോൾ മാറ്റി നിർത്തിക്കൊണ്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രേതകുട്ടികൾ ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അവരുടെ പഠനമൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. മൊഡസ്റ്റോയും അതിനു വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. എൽസയും ജോർജും തമ്മിലുള്ള പ്രണയം ഭയങ്കരമായിട്ട് ഇപ്പോൾ വളർന്നിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ ദിവസവും ചാറ്റിംഗ് എല്ലാം ഉണ്ടായിരുന്നു. ജോർജ് എൽസനോട് പറയാണ്, ഞാൻ വൈകാതെ തന്നെ ഇവിടെ നിന്ന് വിട്ടു പോകുന്നു, കാരണം എക്സാം അല്ലേ വരുന്നത്, എക്സാം വന്നു കഴിഞ്ഞാൽ ഇവര് പോകുമെന്നാണ് ജോർജിന്റെ ഉള്ളിലെ വിശ്വാസം. അപ്പൊ എൽസയും പറയുന്നുണ്ട്, എനിക്ക് നിന്നെ മിസ് ചെയ്യും, നിന്റെ കൂടെ വരാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്. എന്നാൽ അതിനുള്ള മറുപടി ജോർജ് പറയുന്നുണ്ടായിരുന്നില്ല. അന്ന് തന്നെ ലൈബ്രറിയിലേക്ക് വന്ന എൽസ് ആണെന്ന് വെച്ചാൽ ഈ പ്രേതകുട്ടികളെ കാണുന്നില്ലെങ്കിലും പറയാണ്, വൈകാതെ തന്നെ ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെ വരുന്നു. അങ്ങനെ എക്സാമിന്റെ ആ ദിവസം വന്നെത്താണ്. ചെറുതായിട്ട് കോപ്പി അടിച്ച് നോക്കി എഴുതി എങ്ങനെയൊക്കെ എല്ലാവരും എക്സാമിന് നന്നായിട്ട് തന്നെ പാസ്സാവുന്നുണ്ട്. എന്നാൽ ഡാനി
ഡാനി മാത്രമാണ് കുറഞ്ഞ ഗൈഡോടുകൂടി തോറ്റുപോയത്. എന്നാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് തന്നെ ഡാനി ഇത്ര മാർക്ക് വാങ്ങിയോണ്ട് മൊഡസ്റ്റോ സാറ് അവനെയും പാസ്സാക്കി വിടുന്നു. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ കുട്ടികളെല്ലാവരും കൂടി കൈ കോർത്ത് പിടിച്ച് സന്തോഷിക്കുകയാണ്. പെട്ടെന്ന് ഒരു ജനലിൽ കൂടെ വലിയൊരു പ്രകാശം വരുന്നുണ്ട്. ഇവരെല്ലാവരും വിചാരിക്കുകയാണ് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രകാശമാണ് അതെന്ന്. എന്നാൽ അവർക്ക് തെറ്റിപ്പോയി. ആ ജനലിൽ കൂടെ വന്നത് വെറും സൂര്യന്റെ വെട്ടം മാത്രമായിരുന്നു. അവര് വിചാരിച്ച പോലെ പരീക്ഷ പാസ്സായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് പ്രേത കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മൊഡസ്റ്റോനോട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അവിടെ നിന്ന് പോകാണ്. പിന്നീട് അങ്ങോട്ട് സ്കൂളിൽ ഇപ്പുണ്ടായേക്കാളും ഉപദ്രവങ്ങൾ ഈ പ്രേത കുട്ടികൾ വരുത്താൻ തുടങ്ങി. എല്ലാവരെയും ഭയങ്കരമായിട്ട് പേടിപ്പിക്കാൻ തുടങ്ങി. ഇവൻ ടീച്ചേഴ്സിനെ പോലെ നന്നായി പേടിപ്പിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് തന്നെ സ്കൂളിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ നേരെ മൊഡസ്റ്റോ കാണാൻ പോകുന്നത് ആ തെറാപ്പിസ്റ്റിന്റെ മരിച്ചുപോയ അച്ഛൻ തെറാപ്പിസ്റ്റില്ലേ അയാളായിരുന്നു. അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഒക്കെ ഞാൻ ചെയ്തു, എന്നിട്ടും കുട്ടികൾ പാസ് ഔട്ട് ആയിട്ടും അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആരും തന്നെ വന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ തെറാപ്പിസ്റ്റ് പറയാണ്, ഇതിപ്പോൾ എല്ലാവരുടെയും കൂടി ഗോളല്ലേ, പക്ഷെ ഒരു മനുഷ്യനായാലും ഒരു പ്രേതായാലും അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ഗോൾ ഉണ്ടായില്ലേ. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും. അതെന്താണെന്ന് നോക്കിയിട്ട് അത് സാധിച്ചു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് പോകാൻ പറ്റിയാലോ എന്ന് പറയുമ്പോൾ മൊഡസ്റ്റോയും അത് ശരിയാണെന്ന് വെക്കാണ്. മൊഡസ്റ്റോ ഒരു വലിയ തീരുമാനം എടുത്തുകൊണ്ട് തിരിച്ചു സ്കൂളിലേക്ക് പോവാണ്. എന്നാൽ അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മീറ്റിങ്ങിലെ പ്രധാന വിഷയം മൊഡസ്റ്റോ തന്നെയായിരുന്നു. ഈ സ്കൂളിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കാൻ കാരണം മൊഡസ്റ്റോ ആണെന്നും അവനക്ക് പ്രാന്താണെന്നും അവൻ്റെ പ്രാന്ത് കാരണമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നതെന്നും പറഞ്ഞ് മൊഡസ്റ്റോനെ പിരിച്ചുവിടാനായിട്ട് എല്ലാവരും പറയാണ്. ടീനയ്ക്ക് വേറെ വഴിയില്ലാതെ മൊഡസ്റ്റോനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. തൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ചു പോകാനായിട്ട് ലൈബ്രറി റൂമിലേക്ക് വന്ന മൊഡസ്റ്റോ എന്ന് വെച്ചാൽ കുട്ടികളോട് പറയാണ്, നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ തന്നെ മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ വേണം തിരിച്ചു പോകാനായിട്ട് എന്ന് പറഞ്ഞ് അവിടെ അവർ തമ്മിൽ വലിയൊരു കോൺവെർസേഷൻ നടക്കുകയാണ്. ആ കോൺവെർസേഷനിൽ നിന്നാണ് മനസ്സിലാവുന്നത് നമ്മുടെ ഡാനി ഇല്ലേ, അവൻ ഇത്ര കുരുത്തം കെട്ട പയ്യനായത് എന്താണെന്ന് വെച്ചാൽ, കുരുത്തം കെട്ട പയ്യനല്ല, കുരുത്തം കെട്ട പ്രേതായത് എന്താണെന്ന് വെച്ചാൽ, അവനഥവാ ഭൂമിയിൽ നിന്ന് പോയാലോ അവൻ സ്വർഗത്തിലേക്കല്ല അവൻ നരകത്തിലേക്ക് പോകും എന്നുള്ള പേടി ഡാനിക്ക് ഉണ്ടായിരുന്നു. കാരണം അന്ന് ആനുവൽ ഡേ നടന്നിരുന്ന ദിവസം തീ വന്നിട്ടാണല്ലോ ഈ കുട്ടികളൊക്കെ മരിച്ചത്. ആ തീയിട്ടത് ഡാനിയായിരുന്നു. പരിപാടി പങ്കെടുക്കാൻ പറ്റാതെ റൂമിൽ അടഞ്ഞു കിടക്കുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഡാനി അവിടെ തീയിട്ടത്. എന്നാൽ ആ ഒരു തീ അവിടെ വലുതായി ആളി കത്തിയിട്ടാണ് ഈ കുട്ടികളെല്ലാവരും മരിച്ചത്. ഞാൻ കാരണം ഇവരെല്ലാവരും മരിച്ചതുകൊണ്ട് തന്നെ ഞാൻ നരകത്തിൽ പോകുന്നുള്ള പേടി ഡാനിക്ക് ഉണ്ടായിരുന്നു. അതാണ് ഡാനി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയാണെന്ന് വെച്ചാൽ ഡാനി ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ തെറ്റെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റയ്ക്കിരിക്കുകയാണ്. ബാക്കിയുള്ള പ്രേതക്കുട്ടികളെല്ലാവരും ഡാനിയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മൊഡസ്റ്റോ പിറ്റേ ദിവസം തന്നെ ആ ഒരു അച്ഛൻ തെറാപ്പിസ്റ്റിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവനോട് അഡ്വൈസ് എല്ലാം ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയം തെറാപ്പിസ്റ്റ് ഇല്ലേ അവനോട് പറയുന്നുണ്ട്, മരിച്ച അച്ഛൻ തെറാപ്പിസ്റ്റ് ഇവിടെ നിന്ന് പോയിട്ടൊന്നുമില്ല, അയാൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടെന്ന്. ഈ പ്രേതക്കുട്ടികളാണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും മൊഡസ്റ്റോനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് വിചാരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മൊഡസ്റ്റോനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് തുടങ്ങിയിരുന്നു. അവരുടെ ബാധ ഒഴിപ്പിക്കാൻ വന്ന ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കയറി പ്ലിംഫോയിഡ് ആണെന്ന് വെച്ചാൽ ഫോൺ എടുത്തിട്ട് നമ്മുടെ മൊഡസ്റ്റോനെ വിളിക്കുകയാണ്. ടീനക്ക് മൊഡസ്റ്റോനെ ഇഷ്ടമാണെന്നും വേഗം തന്നെ സ്കൂളിലേക്ക് തിരിച്ചു വരുന്നെന്ന് പ്ലിംഫോയിഡ് ആ പെണ്ണിൻ്റെ ദേഹത്ത് കയറിയിട്ട് വിളിച്ചു പറയാണ്. അതുപോലെ തന്നെ ഏഞ്ചൽ ആ കാലങ്ങളായിട്ട് അവൾ എടുത്തു വെച്ച നമ്മുടെ മാലിവിയിലെ പ്രഗ്നൻ്റ് ആയ ആ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് അവളുടെ ലവർ ഉണ്ടായിരുന്നു, കെം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അയാൾ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ലെറ്ററിൽ ഉണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അത് പ്ലിംഫോയിഡ് എടുത്ത് വായിക്കുകയാണ്. മാലിവിനെ കെമ്മിന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ടാണ് അവളെ പ്രണയിച്ചതെന്നും പിന്നീട് അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ എങ്ങനെയെങ്കിലും അവൾ ഉപേക്ഷിക്കണം എന്നുള്ള ചിന്ത മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ആയിരുന്നു ആ ഒരു കെമ്മിൻ്റെ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. ഇത് വായിച്ച മാലിവി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. ഇത് കണ്ടു നിന്ന് പ്ലിംഫോയിഡും ഏഞ്ചലെയും അവളെ നന്നായിട്ട് ആശ്വസിപ്പിച്ച് കരയണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ കാത്തിരുന്ന ആ ഒരു ആനുവൽ ഡേയുടെ ദിവസം വന്നിട്ടാണ് ചെയർ വുമനെ വെൽക്കം ചെയ്യാനായിട്ട് ടീനയും ഒക്ടേഗയും എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് വലിയൊരു സ്വീകരണം തന്നെയാണ് കൊടുത്തത്. മൊഡസ്റ്റോയും ആരുടെ അനുവാദം ചോദിക്കാണ്ട് ആ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. പ്രേത കുട്ടികളാണെന്ന് വെച്ചാൽ മൊഡസ്റ്റോനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് മാപ്പെല്ലാം പറഞ്ഞ് തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഒക്ടേഗയും മൊഡസ്റ്റോനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ടീനോട് പറയാണ്, ഇവൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, ഇവൻ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന്. ഒക്ടേഗയും മൊഡസ്റ്റോനെ പറഞ്ഞയക്കാൻ നോക്കുകയാണെന്ന് മനസ്സിലാക്കി പ്രേത കുട്ടികളാണെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ബോളെല്ലാം എടുത്ത് എറിയുന്നുണ്ട്. ഒക്ടേഗയുടെ മേത്തേക്ക്
ഉന്നം വെച്ചിട്ടാണ് അവർ എഴുന്നേറുന്നത്. ഒരു ബോൾ പോലും മിസ്സായിട്ട് പോയിട്ടേ ഇല്ല. ഫുള്ളും ഒറ്റയ്ക്കിടെ മേത്ത് തന്നെ കൊള്ളുന്നുണ്ട്. മൊഡസ്റ്റോ പറഞ്ഞപ്പോഴാണ് പിന്നെ ആ പ്രേതകുട്ടികൾ ആ ബോളെല്ലാം എറിയുന്നത് നിർത്തിയത്. ആ ഒരു സമയത്താണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് മെലീവിനെ സ്നേഹിച്ച് ചതിച്ച ആ ഒരു കെമ്മെന്ന് പറഞ്ഞ കാമുകൻ ഈ ഒക്ടേഗിയായിരുന്നു. ഈ ബോൾ എറിഞ്ഞപ്പോൾ ഒക്ടേഗിനോടുള്ള മെലീവയുടെ എല്ലാ ദേഷ്യത്തോടു കൂടിയിട്ടാണ് അവൾ അവനെ ഉപദ്രവിച്ചത്. എന്നാൽ കൂടെ ഒക്ടേഗി മൊഡസ്റ്റോനെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേ പറ്റുള്ളൂ, അവൻ എന്തായാലും ഈ സ്കൂളിൽ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുമ്പോഴാണ് മൊഡസ്റ്റോക്ക് അറിയായിരുന്നു ഒക്ടേഗി കെമ്മാണ് എന്നുള്ള കാര്യം, മെലീവിനെ ചതിച്ചത് ഈ കെമ്മാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആ ലെറ്റർ എല്ലാം കൊടുത്തോണ്ട് മൊഡസ്റ്റോ ഒക്ടേഗിനെ ഭീഷണിപ്പെടുത്താണ്. എന്നിട്ട് മൊഡസ്റ്റോനെ ആ സ്കൂളിലേക്ക് തന്നെ തിരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ആനുവൽ ഡേയുടെ പരിപാടിയൊക്കെ തുടങ്ങി. നമ്മൾ ഏഞ്ചലാണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ പാടുന്നത് നോക്കി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ലേറ്റ് ആയിട്ടാണ് മൊഡസ്റ്റോ അവിടേക്ക് എത്തിയത്. മൊഡസ്റ്റോ നേരെ ഏഞ്ചലയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഈ പാട്ട് പാടുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് നീയും പാട്ട് പാട്, അങ്ങനെ നിന്റെ ആഗ്രഹം സാധിക്കാലോ എന്ന്. ഏഞ്ചലെ ഒന്നും നോക്കിയില്ല, ഒരു കുട്ടിയുടെ മേത്തേക്ക് കയറിയിട്ട് അവൾ അങ്ങനെ പാട്ട് പാടാണ്. ഈ കുട്ടികൾ പാടിയ പാട്ട് കേട്ടിട്ട് അവിടെ പുറത്തുണ്ടായിരുന്ന എല്ലാ ഓഡിയൻസും ഉറങ്ങുകയായിരുന്നു. അത്രയും ഷോക്കായിട്ടുള്ള പാട്ടാണ് അവർ പാടിയിരുന്നത്. പക്ഷെ ഏഞ്ചൽ കയറി ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പാട്ട് പാടിയോടുകൂടി ഓഡിയൻസ് എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആവാണ്. എന്നാൽ ഒക്ടേഗിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവനാണെന്ന് വെച്ചാൽ ഏഞ്ചലിനെ മേത്ത് കയറി ആ ഒരു കുട്ടീനെ അവിടെ നിന്ന് തട്ടി മാറ്റിക്കൊണ്ട് ഇങ്ങനത്തെ പാട്ടൊന്നും ഇവിടെ പാടാനായിട്ട് പറ്റില്ല, എനിക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഒക്ടേഗി എന്തോ ഒക്കെ പറയാനായിട്ട് നോക്കുമ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെ ഡാനി ഒക്ടേഗിയുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് അവൻ ചെയ്ത എല്ലാ കുറ്റങ്ങളും, അതായത് മെലീവിനെ എങ്ങനെയൊക്കെ അവനെ ഹരാസ് ചെയ്തിട്ടുണ്ടോ, എങ്ങനെയൊക്കെ ചതിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്. മെലീവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികാരം കൂടിയായിരുന്നു ഇത്. വേറെ നിവർത്തിയില്ലാതെ ടീനാണെന്ന് വെച്ചാൽ ഒക്ടേഗിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റിയിട്ട് ഓഡിയൻസിനോടും എല്ലാവരോടും നന്നായി തന്നെ സംസാരിക്കാൻ തുടങ്ങി. ആ ചെവുമണ്ണ് ടീന നന്നായിട്ട് തന്നെ സംസാരിച്ചതുകൊണ്ട് തന്നെ അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാണ് കോളേജ് അവളെ തന്നെ ഏൽപ്പിക്കുകയാണ്. എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചതിന് ശേഷം പ്രേത കുട്ടികളെല്ലാം ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഡാനി വന്നിട്ട്, ഞാൻ നിങ്ങളെ കൊല്ലണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ചെയ്തതൊന്നല്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്രേത കുട്ടികളും മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ക്ഷമിക്കാമെന്ന് പറഞ്ഞ് അവർ വീണ്ടും കൂട്ടാവാണ്. എന്നാൽ ജോർജ് എൽസനെ മാത്രം കാണാതായതുകൊണ്ട് തന്നെ അവനക്ക് മനസ്സിലാവാണ്. എൽസ പറഞ്ഞിരുന്നല്ലോ ജോർജിന്റെ ഒപ്പം കൂടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അവനക്ക് അതിൽ എന്തോ ഒരു ഡൗട്ട് തോന്നിയുണ്ട് എൽസയെ അന്വേഷിച്ചുകൊണ്ട് അവനൊരു സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നുണ്ട്. ജോർജിന്റെ ഒപ്പം കൂടാൻ വേണ്ടിയിട്ട് എൽസ എന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി മുങ്ങി മരിക്കാനായിട്ട് നോക്കാണ്. ആ ഒരു സമയം ജോർജ് എൽസയെ രക്ഷിച്ചുകൊണ്ട് അവളുടെ ആത്മാവിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം, നമുക്ക് എന്തെങ്കിലും ഒന്നിക്കാൻ പറ്റും, പക്ഷെ നിന്റെ ജീവിതം നീ ജീവിച്ച് തീർക്ക തന്നെ വേണമെന്ന്. ആ ഒരു സമയം മൊഡസ്റ്റോ ജോർജ് പറഞ്ഞതനുസരിച്ച് അവർ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നിട്ട് എൽസനെ രക്ഷിക്കുന്നുണ്ട്. CPR എല്ലാം കൊടുത്ത് മൊഡസ്റ്റോ എൽസയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. നീ ജോർജിനെ മിസ് ചെയ്യുന്ന പോലെ തന്നെ ജോർജ് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് മൊഡസ്റ്റോ എൽസയോട് പറഞ്ഞു. ഇപ്പൊ പ്രേതകുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയേക്കാണ്. അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും പരിഹരിച്ചു. നമ്മുടെ പ്ലിൻഫോയ്ഡ് സീനിൽ ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തിട്ട് പോണേ.